വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞവരുണ്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وأصحابه وأتباعه وذرياته أجمعين. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. عليه توكلت وإليه أنيب. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله. قال سبحانه وتعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا وقائدنا وقدوتنا وأسوتنا محمد صلى الله عليه وسلم: كلكم من آدم وآدم من تراب. لا فضل لعربي على عجمي ولا لعجمي على عربي ولا لأبيض على أسود ولا لأسود على أبيض إلا بالتقوى. صدق رسوله النبي الكريم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا صاحب البغداد كل حاضري يا مطلب الحاجات
عبد القادر يا صاحب الأجمير كل ناصر يا مطلب الحاجات خواجہ سنجری علم أمة سيدنا ومولانا محمد. സർവാദരണീയനും ബഹുമാന്യനുമായ നമ്മുടെ ജമാഅത്തിന്റെ അഭിവന്ദനായ ഖത്തീബ് ജമാലുദ്ദീൻ ദാരിമി ഉസ്താദ് അവറുകളെ, ഈ വേദിയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ബഹുമാന്യനായ അബൂബക്കർ മൗലവി ഉസ്താദ്, മഹറൂഫ് അസ്ഹരി, ആഷിഖ് മൗലവി, അനസ് മൗലവി, ഹസൻ മൗലവി, അബൂബക്കർ സാഹിബ്, അബ്ദുള്ള സാഹിബ്, അബ്ദുൽ ഗഫൂർ സാഹിബ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, ഈ സദസ്സിനെ ധന്യമാക്കുന്ന ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, പ്രിയം നിറഞ്ഞ മുഅ്മിനാത്തുകളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതവിശ്വാസികൾക്ക് ഞാൻ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ 1000 ഹൃദയാഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹീതവും പരിശുദ്ധവും പരിപാവനവുമായ ഒരു മഹൽ സംഗമത്തിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫദ്ല് കൊണ്ട് നമ്മുടെ ഈ സദസ്സ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും ഇതുപോലെ ഒരുപാട് നന്മയുടെ സംഗമങ്ങളിൽ സമ്മേളിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും, വിശിഷ്യ എന്റെ അഭിവന്ദരായ ഗുരുവര്യരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ സഹകാര്യദർശിയും ഒക്കെയായിരുന്ന അഭിവന്ദരായ ശൈഖുന കൂട്ടുമല ഉസ്താദ് അടക്കമുള്ള മറ്റുള്ള എല്ലാ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ബർസഖിയായ ലോകം അല്ലാഹു പ്രഭാപൂരിതമാക്കി കൊടുക്കട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. അവരുടെയൊക്കെ രോഗത്തിന് അല്ലാഹു പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ അപാരവും അപരിമേയവുമായ അനുഗ്രഹത്താൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹീതമായ വളരെ മനോഹരമായ നമ്മുടെ പള്ളിയുടെ പ്രൗഢോജ്വല ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടനുബന്ധമായി നടക്കുന്ന ഒരു സെഷനിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ ഒരുമിച്ച് കൂടിയ ആദരണീയരായ മുഅ്മിനീങ്ങളോട്, പരിസരങ്ങളിൽ നിൽക്കുന്ന ബഹുമാന്യരായ മുഅ്മിനീങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ ഈ സദസ്സിൽ ഒഴിഞ്ഞ കസേരകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് കസേരകൾ ഇവിടെ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാന്യരായ സംഘാടകർ അവരേക്ക് ഇവിടെ വന്നിരിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേപോലെ ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ പേര് പറയപ്പെടുമ്പോൾ ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലാൻ ബഹുമാന്യ സദസ്സ് സന്മനസ് കാണിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. വിനയപുരസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ മേൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ് ഇതുപോലെയുള്ള സദസ്സിന്റെ അലങ്കാരവും ആത്മാവും എന്ന് പറയുന്നത്. മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, എന്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, അത് കാരണമായി റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഒരവസരം പുണ്യ പ്രവാചകർ മിമ്പറിൽ നിന്നുകൊണ്ട് 3 തവണ ആമീൻ എന്ന് ചൊല്ലിയപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്,
സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നമായി ഇങ്ങനെ ഒരു 3 തവണ ആമീൻ പറയാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് 3 പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് എന്റെ മുന്നിൽ. അതിലൊരു പ്രാർത്ഥന, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ പേര് ഒരു സദസ്സിൽ പരാമർശിക്കപ്പെടുകയും അത് കേൾക്കുകയും ചെയ്തിട്ട് സ്വലാത്ത് ചൊല്ലാൻ മടി കാണിക്കുന്നവനാരോ അബ്അദഹുല്ലാഹ്, അവനെ അല്ലാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താക്കട്ടെ നബിയേ എന്ന് ജിബ്രീൽ എന്ന മാലാഖ ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബഹുമാന്യ സദസ്സിനോട് ഇനി അത് ആവർത്തിക്കേണ്ടാത്ത വിധം ബഹുമാന്യ സദസ്സ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അതേപോലെ ഈ സദസ്സിന്റെ മഹത്വം അഭിനന്ദനായ ഉസ്താദ് അവർകൾ അത് പറഞ്ഞു കഴിഞ്ഞു. വളരെ മനോഹരമായ സദസ്സ്, അൽഹംദുലില്ലാഹ്. ഇവിടെ വെച്ചുകൂടിയ മുഴുവൻ വിശ്വാസികളെയും വിശ്വാസിനികളെയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ മനോഹരമായ സദസ്സൊരുക്കിയ മുഴുവൻ വിശ്വാസികളെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെയേറെ ഇഷ്ടപ്പെടുന്ന സദസ്സാണ് ഇത്തരം സദസ്സുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിക്ക് മുകളിലെ 2 സ്വർഗീയ പൂന്തോപ്പുകളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, മാ ബൈന ഖബരി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മളിൽ പലർക്കും അവിടെ പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാകാം. അതേപോലെ ഭാഗ്യം തീരെ ലഭിക്കാത്തവരുമുണ്ടാകാം. ഭാഗ്യം ലഭിച്ചവർക്കും ലഭിക്കാത്തവർക്കും ഇനിയും ഇനിയും അവിടെ പോകാനും ആ പരിശുദ്ധമായ സ്ഥലത്തിരുന്ന് ഒരുപാട് റക്അത്തുകൾ നിസ്കരിക്കാനും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ആ ഒരു സ്ഥലം അത് റൗളയാണ്, അത് സ്വർഗീയ ആരാമമാണ് എങ്കിൽ അതേ പോരിഷയുള്ള പവിത്രതയുള്ള മറ്റൊരു സ്ഥലം പുണ്യ പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളത് മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ സദസ്സ്, അല്ലാഹുവിന്റെ ദീനിനെ പറ്റി പറയുന്ന സദസ്സ്, അത് മജ്ലിസുൻ അത് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗീയ ആരാമമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. തീർന്നില്ല. ഒരു സ്വഹാബി ഒരിയനോട് ഹബീബായ നബി തങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഫൗഹല്ലാഹു ഇലൈഹി, ഹബീബായ നബി തങ്ങളോട് അല്ലാഹു പറയുന്നത്, നബിയേ, ആരോടാണോ നിങ്ങൾ സംസാരിക്കുന്നത് അയാൾ കുറച്ച് സമയം കഴിഞ്ഞാൽ മരിക്കാൻ പോവുകയാണ്, അയാളുടെ മരണം അടുത്തിരിക്കുകയാണ്. നബിയേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ഉടനെ തന്നെ ആ സ്വഹാബിയെ അറിയിക്കുകയാണ്, സഹോദരാ, നിങ്ങളുടെ മരണം അടുത്തിരിക്കുകയാണ്. പറയുന്നതാരാ? ലോകത്തിന്റെ നായകനാണ്. നാവ് കൊണ്ട് ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത് മരണം അടുത്തിരിക്കുകയാണെന്ന്. ഒരു സംശയവുമില്ല. സ്വഹാബി ഒരനാകെ വെപ്രാളപ്പെടുകയാണ്, വല്ലാതെ ഭയവിഹ്വലനാവുകയാണ്. ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ദുല്ലനി അലാ അമലിൻ, യാ റസൂലല്ലാഹ്, ദുല്ലനി അലാ ഔഫഖി അമൽ. എന്റെ മരണത്തിന് മുമ്പായി ഞാൻ ചെയ്യേണ്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യകരമായ അമൽ ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ നബിയേ? ഹബീബായ നബി തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞത്, സഹോദരാ, നീ ഇൽമുമായി ബന്ധപ്പെടണേ എന്നാണ്. ഇൽമുമായി ബന്ധപ്പെടണേ. ഇൽമുമായി ബന്ധപ്പെടാനാണ് പുണ്യപ്രവാചകർ അവസാന സമയം കാത്തിരിക്കുന്ന മനുഷ്യനോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെയേറെ പുണ്യമുള്ള സദസ്സാണിത്. ഈ സദസ്സിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ ഇവിടെ ഇരിക്കണേ. സർവ്വവിധ ആദാബുകളോട് ബഹുമാനാദർവുകളോടുകൂടെ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലേക്ക് ഞാൻ ഇങ്ങനെ കയറി വരുമ്പോ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം തോന്നി. ഒരുപാട് ഇസ്ലാമേതര മതവിശ്വാസികളായ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളെയും അതേപോലെ മറ്റുള്ള ആളുകളെയൊക്കെ കാണാൻ കഴിഞ്ഞു. അതിലുമപ്പുറം ഇവിടെ വരുന്നതിന് മുമ്പേ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകർ, അണിയറ ശില്പികൾ ഈ വിനീതനോട് പലവട്ടം പറഞ്ഞു, ഉസ്താദേ വളരെ മനോഹരമായ നാടാണിത്. ഒരുപാട് ആളുകൾ, വ്യത്യസ്തരായ മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടാണ്. പക്ഷേ മതത്തിന്റെ പേരിലുള്ള ഒരു തരത്തിലുള്ള സംഘർഷഭരിതമായ സാഹചര്യങ്ങളും ഇവിടെയില്ല, ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇവിടെയില്ല. വളരെ അച്ചടക്കത്തോടെ എല്ലാ മതവിഭാഗങ്ങളും സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണിത് എന്ന് പ്രിയപ്പെട്ട സംഘാടകർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അവര് പറഞ്ഞത് അതിനെ അന്വർത്ഥമാക്കും വിധം ഈ വേദിയിലേക്ക് നടന്നു വരുമ്പോ ഞാൻ കാണുകയും ചെയ്തു. ഒരുപാട് ഇസ്ലാമേതര മതവിശ്വാസികളായ ആളുകൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെയുള്ള ഈ ഒരു സാഹോദര്യം, ഈ ഒരു നന്മ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു സാഹോദര്യമാണ്.